അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലേ, ഈശോ ഇതിലൂടെ പറഞ്ഞില്ലേ, അപ്പോൾ നിങ്ങൾ ഈ വിഷയത്തിൽ ഇരിക്കുന്ന ആൾക്കാർ ഞാനുമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ തട്ടുപിടിച്ചിട്ടുണ്ടാകും. പിന്നെ അച്ഛൻ പറഞ്ഞ ശരിയാണ്, പക്ഷേ ഞാനിങ്ങനെ കുറേ കാര്യമൊക്കെ ചെയ്തതാണ്, ഇപ്പോഴും ഞാൻ അധോഗതിയിലാണെന്ന് നിങ്ങൾ പറയും. എൻ്റെ മകളെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു 3 ഘട്ടമുണ്ട്. നിങ്ങളെ ഗ്രേസിൻ്റെ കപ്പാസിറ്റിയിലൂടെ വിളിച്ചു കഴിഞ്ഞാൽ, ഒരു കൃപയുടെ കപ്പാസിറ്റിയിലൂടെ വിളിച്ചു കഴിഞ്ഞാൽ ഓൾ ഓൺ എ സഡൻ അറ്റ് എ ടൈം സെറ്റിൽമെൻ്റ് അല്ല സംഭവം. ഒരു 3 പ്രാവശ്യത്തെ സെറ്റിൽമെൻ്റ് ഉണ്ടത്. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ വചനം വായിക്കണം, എസെക്കിയേലിൻ്റെ 16:4. അതായത് അതിൽ ഇതാണ്: ഒരു കുഞ്ഞ് പെറ്റ് ചോര പുരണ്ട് പൊക്കിൾക്കൊടി മുറിക്കാൻ പോലും ആരും ഇല്ലാതെ, ഉപ്പ് പെരട്ടാൻ ആരുമില്ല. ഉപ്പ് പെരട്ടാനത്ത് നമുക്ക് മനസ്സിലാകത്തില്ല, ബൈബിൾ ലാംഗ്വേജാണത്. അതായത് അവരുടെ കാലത്ത് ഇസ്രയേലിൽ ഈശോൻ്റെ കാലത്തും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാവും അത്. അവിടെ വൈറ്റാട്ടിമാർ ചെയ്യുന്ന ഒരു സൂതികർമ്മമാണ്. എന്ന് വെച്ചാൽ ഉപ്പെടുത്തിട്ട് അവർ പൊക്കിൾക്കൊടി മുറിച്ചിട്ട് വയറ് മുഴുവനും ഇത് പെരട്ടും. ഇത് എന്തിനാണ് പെരട്ടണത്? ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ ബോഡി കുറേ വെള്ളം ഉണ്ടാകത്തില്ല, എക്സ്ട്രാ വെള്ളം, ആവശ്യമില്ലാത്ത വെള്ളമില്ലേ, ആ വെള്ളമെല്ലാം പുറത്തേക്ക് കളയാൻ വേണ്ടി പൊക്കിൾക്കൊടി മുറിച്ചിട്ട് അവർ ഉപ്പ് പെരട്ടും. എന്തുപ്പാണ് പെരട്ടണത്? ചാവ് കടലിലെ ഉപ്പാണ് പെരട്ടണത്. നമ്മുടെ ഉപ്പല്ല, അത് ഉപ്പ് പാറയാണ്. അത് പൊടിച്ചെടുത്തിട്ട് എല്ലാ വീട്ടിലും കുറച്ചുണ്ടാകും, അതെടുത്തിട്ട് ഇങ്ങനെ ഗർഭസ്ഥ ശിശുവിനെ പെരട്ടും. അത് പരിചരണമാണ്. ഇപ്പം എന്താ ബൈബിൾ പറയണത്? നിന്നെ പെറ്റ കാലത്ത് വിശ്വാസിയുടെ ജീവിതം ആ ഇസ്രയേലാണ്. നീ വിശ്വാസം സ്വീകരിച്ച സമയത്ത്, വിശ്വാസം വളർന്ന കാലത്ത് നിൻ്റെ പൊക്കിൾക്കൊടി മുറിക്കാൻ ആരുമില്ലായിരുന്നോ? എന്നുവെച്ചാൽ ഒരു പ്രാഥമിക പരിചരണം പോലും തരാൻ നമുക്കാരുമില്ലാത്തൊരു സമയമുണ്ടാവും. ഈ ടൈമാണ് ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത്, പ്രാഥമിക. അതായത് കായൻ ആബേലിനെ കൊന്നില്ലേ, അപ്പോൾ കായനോട് ദൈവം ചോദിച്ചില്ലേ, എന്താണ് നിൻ്റെ മുഖം ഇങ്ങനെ വിങ്ങിയിരിക്കണമെന്ന് ചോദിച്ചില്ലേ? അവൻ കാണിച്ച നീച പാപമാണെങ്കിൽ പോലും നീചപാപിയുടെ മുഖം പോലും വാടുന്നത് സഹിക്കാത്തൊരു ദൈവത്തിൻ്റെ സന്നിധാനത്തിലാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ശ്രുതികട്ടെ, ഹല്ലേലൂയ. ക്ലേശകാലത്ത് അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഈ ഒരു ക്ലേശകാലത്തിന് ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 3 ടൈമുണ്ട്. ഇപ്പം നീ ഒരു ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള സിംഗിൾ ഒരു സ്പൗസ് ആണെന്ന് വിചാരിച്ചോ, നിൻ്റെ ഭർത്താവ് നിന്നെ വിളിക്കണില്ല, അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ നിന്നെ ഇട്ടിട്ട് പോയി, നിൻ്റെ കുഞ്ഞുങ്ങളെ, അവൾ യൂറോപ്പിൽ പോയി, അവൾ നിൻ്റെ ഫോൺ എടുക്കണില്ല, ഒരു കാലഘട്ടമാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഭാര്യ വീട്ടുകാർ നമ്മളോട് ഉടക്കമുണ്ടാകും. അപ്പോൾ പിന്നെ ചിലപ്പോൾ നിൻ്റെ കടക്കാർ നീയായിട്ട് ഉടക്കമുണ്ടാകും, ചിലപ്പോൾ നിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ഇഷ്യൂ ഉണ്ടാകും. എൻ്റെ മക്കളെ, എൻ്റെ ദൈവവേദന, ഇങ്ങനെ ഉള്ള ഓരോ കാലഘട്ടത്തിലും നീ ഇപ്പം തന്നെ ഈ ജോബി ആൻ്റണി എന്താ, അവളുടെ മകൻ സുഖപ്പെട്ട് വീട്ടിൽ വന്നപ്പോൾ നമ്മൾ ഓർത്ത് തീർന്ന്, അവളുടെ കൂടെ കർത്താവ് പ്രവർത്തിച്ചല്ലോ. അപ്പോൾ ഒക്കെ മനസ്സിലായി, അവിടെ മകന് സുഖപ്പെട്ട്, അപ്പോൾ എല്ലാം ക്ലോസായി, ഇനിയിപ്പോൾ സന്തോഷമായെന്ന് വിചാരിച്ചാൽ വീട്ടിൽ വന്നപ്പോൾ ഉടനെ ഇവക്ക് ഡെങ്കു പനിയായി. അപ്പോൾ എന്നാ പറയണത്? മകൻ അപ്പുറത്ത് ആശുപത്രിയിൽ കൊണ്ടുവന്ന് കിടപ്പുണ്ട്, മകളും കിടപ്പുണ്ട്, ഭർത്താവ് നാട്ടിലില്ല, ഭാര്യ ഉള്ള ഇവക്ക് ആരുമില്ല, നോബടി. ഇവക്ക് ഡെങ്കു പനിയായി. അത് മുഴുവനും ഈ അസ്ഥി മുഴുവൻ കഴിച്ചു വിടുന്ന അവസ്ഥയായി. അതായത് ഭക്ഷണം പോലും കിട്ടാത്തൊരവസ്ഥയായി. അപ്പോൾ ഇവിടെ അമ്മയോട് ചോദിച്ചു, അമ്മേ പൂർണ്ണമായിട്ട് എന്നെ ഇങ്ങനെ ഒഴിവാക്കിയ, എനിക്കിപ്പോൾ ആരുമില്ലാണ്ടായല്ലോ, ഒരു ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കാൻ പോലും എനിക്ക് പൈസ ഇല്ല, ഞാൻ കിടന്ന് ചത്തുപോകും. പക്ഷേ എന്താ നമ്മൾ ഉടമ്പെടുക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാലേ, ഇങ്ങനെ കിടപ്പ് ചത്തുപോകുമെന്ന് പറയാൻ നമുക്കൊരാളുണ്ട്. പ്രീഡില്ലേ, നമ്മളെ ഇതുപോലെ പണ്ടവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു, ആരുമില്ലല്ലോ സംസാരിക്കാൻ ഉറപ്പായിട്ട്. ഇന്നിപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അധികാരപൂർവ്വം അവകാശപൂർവ്വം അവർ സംസാരിക്കാൻ അവർക്ക് ആളുണ്ട്. രാത്രി അമ്മേ എൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് ചോദിച്ച്, ഞാൻ ഇങ്ങനെ കിടന്ന് തീരുകയാണെന്ന് പറഞ്ഞില്ല, രാവിലെ എഴുന്നേറ്റ് ഇവിടെ കൂടായിട്ട് ജോലി ചെയ്യുകയാണ്.
ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇവൾ ഓർത്തത്, എടാ എനിക്ക് ഡെങ്കുപ്പനി ആയിരുന്നില്ല എന്ന്. ആ രാത്രി ആ സംഭവം എടുത്ത് അമ്മ മാറ്റി, ആ രാത്രി തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പരീക്ഷണത്തിലൂടെ പോകുമ്പോൾ എപ്പോഴും കൈയിരിക്കണം ബാറ്റൺ പോകാതെ. നിങ്ങൾ ശീക്കരം ഓടാൻ നിങ്ങൾക്ക്, പക്ഷെ കൈയിരിക്കണം ബാറ്റൺ പോകാതിരിക്കാൻ നോക്കണം. ഇത് റിലേ കളിയാണ്. വിശ്വാസം ഒരു റിലേ റണ്ണാണ് ശരിക്കും പറഞ്ഞാൽ. അവിടുത്തെ മെയിൻ സംഭവം നിങ്ങളുടെ സ്പീഡ് മാത്രമല്ല, കൈയിരിക്കുന്ന ബാറ്റനാണ്. ബാറ്റർ എന്താണ്? നിങ്ങളുടെ വിശ്വസ്തതയാണ്. ഉടമ്പടിയിലുള്ള ബാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസ്തതയാണ്. വിശ്വസ്തത തെറിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള പല അനുഭവങ്ങളും ദൈവം നമുക്ക് മനഃപൂർവ്വം തരുന്നത് യു ആർ ഇൻ ടെസ്റ്റിംഗ് ടൈമാണ്. ദൈവത്തിന് പണ്ട് മുതലുള്ള പരിപാടിയാണ്. യേശുക്രിസ്തുവിനെ ആണെങ്കിൽ പോലും ദൈവം ടെസ്റ്റ് ചെയ്തേ എടുക്കത്തുള്ളൂ. മനസ്സിലായ? അല്ലെങ്കിൽ പിന്നെ കർത്താവിൻ്റെ മരുഭൂമിയുടെ പരീക്ഷ ദൈവത്തിന് ഒഴിവാക്കാൻ പറ്റത്തില്ലേ? ഒഴിവാക്കത്തില്ല. ദൈവം സത്യമായത് കാരണം ഫേക്കായിട്ടുള്ള ഒരു ഫെയ്ത്ത്ഫുൾ എടുക്കത്തില്ല. അത് നീ ഓർത്തേക്കണം. ദൈവത്തിന് കണ്ണി പൊടിയിട്ടിട്ട് എന്തെങ്കിലും പിണ്ണാക്ക് പുഴുക്കി കൊടുത്ത് നേർച്ച കൊടുത്തിട്ട് ദൈവത്തിൻ്റെ കണ്ണി പൊടിയിട്ടിട്ട് നിൻ്റെ കാര്യം സാധിച്ചിട്ട് നിനക്ക് തോന്നിയ വാസം പടറക്കാലനായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ ഒറ്റ നടക്ക് പോകത്തില്ല. ഒരു ഫേക്ക് ഫെയ്ത്ത്ഫുള്ളിനെ ദൈവം അംഗീകരിക്കണില്ല. അതുകൊണ്ട് നീ ഫേക്ക് അല്ല എന്നുള്ളത് ദൈവതിരുസന്നിധിയിൽ സ്ഥാപിക്കാനുള്ള അവസരങ്ങൾ ദൈവം തരുന്നത് സകലത്തിൻ്റെ രീതിയിലായിരിക്കും. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, എൻ്റെ വിശ്വസ്തതയെ നീ ശോധന ചെയ്യുമ്പോൾ അന്തർജ്ഞാനത്താല് അത് മനസ്സിലാക്കി വിശ്വസ്തത കൈമോശം വരാതെ സൂക്ഷിച്ചുകൊണ്ട് ഉടമ്പടിയുടെ കൃപ പ്രാപിക്കാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. ഈ ജോബി ആൻ്റണിയെ അന്തർജ്ഞാനമെന്ന് ഞാൻ പറഞ്ഞില്ല, ആന്തരികമായ ജ്ഞാനം, ദൈവത്തിൻ്റെ അറിവ് കടന്നു വരുന്ന ഒരു മേഖലയാണ്. ഓരോരോ സമയത്തും എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം ഇങ്ങനെ മുഖത്ത് നോക്കി ഉപദേശിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇവളോട് പറഞ്ഞത്, ഇവളിങ്ങനെ രാത്രി ഡെങ്കു വന്ന് ഡെലീരിയമായി കിടക്കുമ്പോൾ പറയും, അമ്മേ ഇപ്പം എല്ലാവരും കിടപ്പായിപ്പോയി, ഞാനും കിടപ്പായി, എനിക്ക് ഒരു വാപ്പിള പോലും മേടിച്ച് തരാൻ കാശുമില്ല, പോയി വാങ്ങിത്തരാൻ ആളുമില്ല, ഞാനിങ്ങനെ കിടന്ന് തരും, അമ്മ എന്താണ് പറയണത്? അപ്പം അമ്മ പറഞ്ഞ സംഭവം എന്താണെന്ന് പോലും ഇവിടെ അറിയാതെ രാവിലെ എഴുന്നേറ്റ് വരികയാണ്, നല്ല സൗഖ്യപ്പെട്ട് വരികയാണ്. ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴികളിൽ ഇപ്പം ഈ ജോബി ആൻ്റണി ചെയ്യണത് എന്താണ്? ജോബി ആൻ്റണി ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതൊരു കേസ് സ്റ്റഡിയാണ്, കേസ് ഡയറിയാണ്. ഈ കേസ് ഡയറിയിൽ ഈ ഉടമ്പടി എന്ന് പറയുന്ന ഈ ഉടമ്പടി കാൻഡിഡേറ്റ് എന്താണ് ചെയ്യണത്? അവളിങ്ങനെ തകർന്ന് തരിപ്പണമായി കഴിയുമ്പോഴും അവരിൽ ആസന്ന മരണമായി കിടന്ന സംഭവത്തെ അവർ ഊതിക്കത്തിക്കും. ബൈബിൾ നിർദ്ദേശിക്കുന്ന ഒരു ടെക്നിക്കാണത്. അണയാൻ പോണ വിളക്ക് ആളിക്കത്തുമെന്ന് പറഞ്ഞ പോലെ ആളിക്കത്തിക്കാൻ പറയും. നിന്നിൽ ആസന്ന മരണമായതിനെ ആളിക്കത്തിക്കാൻ പറയും. ഇവളിൽ ആസന്ന മരണമായത് എന്താണ്? വിശ്വാസമാണ്. കാര്യം എന്താണ്? ഇവക്ക് തന്നെ ഡെങ്കുവായി, ഇവക്ക് വന്ന് പുറത്ത് പോയി ഇത്തിരി ഭക്ഷണം മേടിക്കാൻ കാശുമില്ല, അത് മേടിച്ച് കൊടുക്കാൻ ആളുമില്ലാത്ത രീതിയിൽ ഇവൾ സീറോ ആകുമ്പോഴും ഇവളിൽ ആസന്ന മരണമായതിനെ ഇവൾ ആളിക്കത്തിക്കുന്നുണ്ട്. എന്താണത്? അവളുടെ വിശ്വാസമാണത്. മനസ്സിലായില്ലേ? അത് വിശ്വാസം വിട്ട് കളിക്കാൻ അവൾ തയ്യാറല്ല. തീർന്നു എന്ന് പറയുമ്പോഴും ആ ഉടമ്പടിയിൽ ദൈവത്തോട് ചെയ്ത വിശ്വാസം വിട്ട് കളിക്കാൻ അവൾ തയ്യാറല്ല. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം പറയണത്. വെളിപാടിൻ്റെ പുസ്തകം എടുത്ത് 3:2 ശ്രുതികട ഹല്ലേലൂയ. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ ഒരു ഫോർമുലയാണ്. ഉടമ്പടി ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്.
എന്തെങ്കിലും തട്ടുകേട് പറ്റി ഡൗൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മളവിടെ കിടന്നപടി കിടക്കരുത്. എന്ത് ചെയ്യണം? ഉണരുക. പറഞ്ഞേ, ഉണരുക. നിന്നിൽ ആസന്ന മരണമായ എന്താകാം അത്? അത് ചിലപ്പോൾ ആസന്ന മരണമായതിനെ എന്നാ പറഞ്ഞിട്ടുള്ളത്. അതെന്തുമാകാം? അത് വിശ്വാസമാകാം, ദൈവസ്നേഹമാകാം, ഇനി ഉടമ്പടി തന്നെയാകാം. ചില ഉടമ്പടി എടുത്തിട്ട് ആ പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലി മാത്രം ഉടമ്പടിയിലിരിക്കുന്ന ആൾക്കാരില്ലേ? ചെറിയ ഉടമ്പടി എടുക്കും, അവരെന്ത് ചെയ്യും? നമ്മുടെ അസ്ഥിയായിട്ട് കൊള്ളാത്ത പണിയൊക്കെ ചെയ്യും. അസ്ഥിയായിട്ട് കൊള്ളാത്ത എന്താണ്? ആ തേനെടുത്ത് കുടിക്കും. ഉടമ്പടി തേനില്ലേ? ഒന്നുമില്ലെങ്കിൽ ഇല്ലാത്ത തേനും മധുരമായതിന് വലിച്ചു കുടിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. എന്നിട്ട് 2 പ്രത്യക്ഷ പ്രാർത്ഥന, 2 കവള പ്രത്യക്ഷ പ്രാർത്ഥന അടിച്ചുകൊണ്ടിരിക്കും. ഇതൊന്നും ഉടമ്പടി വിഹിതമല്ല. കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? 3:2 തിരിച്ചു വായിച്ച്, നിൻ്റെ പ്രവൃത്തികൾ വായിച്ച്. 3:2 വായിച്ച്, താഴേക്ക് വായിച്ച്. എന്തെന്നാൽ എന്റെ ദൈവത്തിന്റെ മുൻപിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. കുറെ അണ്ണന്മാരുടെ പത്രം ഇപ്പോഴും അലമാരയുടെ തിരിപ്പില്ലേ? അതാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? കുറേ അണ്ണന്മാർ പത്രം കൊണ്ടുപോയി പള്ളിയുടെ വാതിക്കിട്ട്. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് മാന്നാർ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് തീർത്ഥാടന പള്ളികളിലൊക്കെ പോയപ്പോൾ എല്ലാ പള്ളിയുടെ വാതിക്കലും കൃപാസന പത്രം ഇരിപ്പുണ്ട്. ആരുടെ മടിച്ചുകൾ കൊണ്ടുവന്ന് ഇട്ടും പോയതാണ്. എന്നിട്ട് അവിടെ നിന്ന് പെറുക്കി വേറെ ചില ആൾക്കാർ പെറുക്കിയെടുത്ത് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. നോക്കിയേ, നിന്റെ പ്രവർത്തികൾ വായിച്ച വായിച്ചേ. എന്റെ ദൈവത്തിന്റെ മുൻപിൽ നിന്റെ പ്രവർത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. ദൈവം നോക്കണ കാര്യമാണ്, അല്ലാതെ കാണുന്നില്ല എന്ന് പറഞ്ഞ കാര്യം എന്താ? ദൈവം നിങ്ങളുടെ പ്രവൃത്തികളെ നോക്കുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അത് പൂർണ്ണമായി നിർവഹിച്ച് കാണുവേ. വല്ലതൊക്കെ ചിലക്ക് ദൈവത്തിൻ്റെ കണ്ണിൽ പൊഴിടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണും. പൂർണ്ണമെന്ന ദൈവം പറഞ്ഞിരിക്കണത് എന്താ പറയണത്? ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. ഉടമ്പടി പുതുക്കാൻ വന്നവർ ഇത് കൃത്യമായിട്ട് കേൾക്കണം. ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന 90% ആൾക്കാരോടും ദൈവം പറഞ്ഞ ഇതാണ്. എന്താണ്? ദൈവത്തിൻ്റെ മുമ്പിലെ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. കാണുന്നില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നതിൻ്റെ അർത്ഥം. നിൻ്റെ പ്രവർത്തികളെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നിർവഹിക്കപ്പെടുന്നുണ്ട്, അക്കാര്യം വേണ്ടിയൊക്കെ ഓക്കാനിക്കുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി സത്യസന്ധമായി അത് ചെയ്യണമല്ലോ, ഉടമ്പടി എടുത്തതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒപ്പിച്ചുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഉഡായിപ്പ് പരിപാടിയാണ് നിൻ്റെ പ്രവൃത്തിയിലുള്ളത്. അതുകൊണ്ടാണ് പറയണത് നിൻ്റെ പ്രവൃത്തികൾ. പറഞ്ഞേ, ദൈവത്തിന്റെ തിരുസന്നിധിയിൽ പൂർണ്ണമായി നിർവഹിക്കുന്നതായി ഞാൻ കാണുന്നില്ല. കർത്താവേ, പ്രവർത്തികളെ അങ്ങയുടെ തിരുസന്നിധിയിൽ പൂർണ്ണമായി നിർവഹിക്കാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന. 3 വായിച്ചേ. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്നനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. ഒരു വീഴ്ച വന്നു പോയാൽ, ഇപ്പം നിങ്ങളുടെ ഒരു കാര്യം ഉടമ്പടി വെച്ച കാര്യം നടക്കുന്നില്ല എന്ന് കണ്ടാൽ, അതിന് ഘടകവിരുദ്ധമായതാ നടക്കുന്നതെന്ന് കണ്ടാൽ എന്താ ചെയ്യണത്? വെളിപാട് 3:3 വർക്കൗട്ട് ചെയ്യേണ്ടത്. ഒന്നിനു വായിച്ചേ. അതുകൊണ്ട് നീ സ്വീകരിച്ചതും ഉടമ്പടിയാണ്. നീ സ്വീകരിച്ചത് എന്താ? അത് ഉടമ്പടിയാണ്.
നീ സ്വീകരിച്ചതും കേട്ടതും കേട്ടതും എന്തെന്നനുസ്മരിച്ച് എന്തെന്നനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുതപിക്കുകയും ചെയ്യുക. അപ്പം അനുദപിക്കേണ്ടി വരും. നീ സ്വീകരിച്ചത് കാത്തു സൂക്ഷിച്ചാൽ പോരാ, പിന്നെന്താണ്? കഴിഞ്ഞ ഉടമ്പടി കാലങ്ങളിൽ നീ അത് അവിശ്വസ്തത കാണിച്ചത് കൊണ്ട് എന്ത് ചെയ്യണം? അനുദപിക്കുകയും ചെയ്യണം. അനുതാപത്തിൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പം അനുതാപം എന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ മൂക്കുകൊണ്ട് മുങ്ങിക്കാണിച്ചിട്ട് കാര്യമില്ല. ആ എല്ലാ അനുതാപവും വരണത് അതിൻ്റെ ഇരട്ടി നമ്മൾ ചെയ്യുമ്പോഴാണ്. അനുതാപത്തിൻ്റെ പ്രവൃത്തിയുടെ മാനമാണുള്ളത്, അല്ല വാക്കിൻ്റെ മാനമല്ല. ഒരിക്കൽ ബലക്ഷയം സംഭവിച്ചാൽ പിന്നെ റിക്കവർ ചെയ്യാനുള്ള മാർഗം ചെയ്യാഞ്ഞ കാര്യങ്ങൾ ഇരട്ടി ചെയ്യുകയാണ്. എന്നിട്ട് ദൈവതിരുസന്നിധിയിൽ വിശ്വസ്തത റിറ്റാലിയേറ്റ് ചെയ്യണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ജീവിതത്തിലെ ഉടമ്പടിക്ക് വിശ്വസ്തതയും വിഘ്നവും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹാരം ചെയ്തുകൊണ്ട് പൂർവാധികം ശക്തിയോടെ ഉടമ്പടി ചെയ്യുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഉടമ്പടി ജീവിതമാർഗമാക്കുവാൻ, ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഇനി എപ്പോഴും ഇപ്പോൾ ആശയപരമായ ഉടമ്പടിയും പ്രായോഗികമായ ഉടമ്പടിയും ഉണ്ട്. എപ്പോഴും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണത്, ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത്, ഉടമ്പടി ഇപ്പം നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിരിക്കും. ഉടമ്പടി അല്ലേ, ഉടമ്പടി നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് ഫേസിലും തേർഡ് ഫേസിൽ വെച്ചാണ് ദൈവം ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ 3 പ്രാവശ്യമൊക്കെ പുതുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? അതായത് നമ്മൾ ആദ്യ ഭാഗം നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കും, എന്നിട്ട് പിന്നെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഓട്ടവോ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പമ്മി നിൽക്കും. അപ്പോഴും ദൈവം അത് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ദൈവം 3-ാമത്തെ സെക്ഷനിലാണ് ദൈവം ഉടമ്പടി സീരിയസ് ആയിട്ട് എടുക്കണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് എസെക്കിയേൽ വായിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ എസെക്കിയേലിൻ്റെ 16:8 വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എസെക്കിയേൽ 16-ാം അധ്യായം 8-ാമത്തെ വാക്യം. എസെക്കിയേൽ 16-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ വീണ്ടും നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നിന്നെ നോക്കി. വീണ്ടും നോക്കുകയാണ്. കണ്ടാ, കാണുന്നില്ലെന്ന് പറഞ്ഞ ദൈവമാണ്. നിന്റെ പ്രവർത്തികൾ പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടതായിട്ട് കാണുന്നില്ലെന്ന് പറഞ്ഞ ദൈവമാണ് പിന്നെ നിന്നെ നോക്കിയെന്ന് പറയണത്. ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3-ാം പ്രാവശ്യമാണ് കടന്നു പോണത്. 3-ാമത്തെ ഉടമ്പടി സമയമാണിത്. കാര്യം ഉടമ്പടി ദൈവം സ്ഥിരീകരിക്കാൻ പോകുന്ന ഘട്ടമാണ്. അതിനുള്ളിൽ നിങ്ങൾ വിശ്വസ്തത കറക്റ്റ് ചെയ്യണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യ പ്രാവശ്യം കടന്നു പോയപ്പോൾ ദൈവം കണ്ടത് എന്താണ്? നിൻ്റെ പൊക്കക്കൊടി മുറിച്ചിട്ടില്ല, ഉപ്പാരും പെരട്ടിയിട്ടില്ല. അപ്പോൾ ദൈവം പറയുന്നൊരു വാക്കുണ്ട്, ഭാഷേൻ്റെ തന്നെ 16:4 എടുത്ത്. നീ ജനിച്ച ദിവസം, പറഞ്ഞ നീ ജനിച്ച ദിവസം നിന്റെ പൊക്കിൾ കൊടി മുറിച്ചിരുന്നില്ല, നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയില്ല, ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ വെള്ളക്കച്ചയിൽ പൊതിയുകയോ ചെയ്തിരുന്നില്ല. ഇവയിലൊന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല. സിറ്റുവേഷൻ ആർക്കും നമ്മളോട് ദയ തോന്നാത്തൊരു കാലം. നിന്നെ കുളിപ്പിച്ചില്ല, പൊക്കിൾക്കൊടി മുറിച്ചിരുന്നില്ല, നിന്നെ ഉപ്പ് പെരട്ടിയിരുന്നില്ല. നീ അബാൻഡൻ ചെയ്തിരിക്കണം വിജയപ്രദേശത്ത്. ആരും സഹായിക്കാനില്ലാതെ വരത്തില്ല നമുക്ക്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ഫോൺ പോലും എടുക്കാത്ത സമയമില്ലേ, അതാണ്. ഈ ഒരു ടൈം ദൈവം നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോവുകയാണ്. ആ സമയത്ത് നമ്മൾ ഉടമ്പടി നമ്മളെടുക്കണത്. പക്ഷേ ദൈവം അപ്പോഴും അത് സ്ഥിരീകരിക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. കടന്നു പോകുമ്പോൾ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ ദൈവം പറഞ്ഞിരിക്കണേ? ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ ഈ സിറ്റുവേഷനിലെ പൊക്കിക്കൊടി മുറിക്കാത്ത ആളില്ലാത്തപ്പോൾ, ഉപ്പ് പുരട്ടാൻ ആളില്ലാത്തപ്പോൾ, പിള്ളക്കച്ച പൊതിയാക്കാൻ ആളില്ലാത്തപ്പോൾ, ഈ സിറ്റുവേഷനിൽ നിനക്ക് ആരുമില്ലാത്തപ്പോൾ ഞാൻ നിന്റെ അടുത്തുകൂടി കടന്നുപോയി. നീ ചോരയിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. വല്ലാത്തൊരു ആശീർവാദമാണ്. അതായത് ദൈവം നമുക്ക് ആദ്യകാലങ്ങൾ നൽകുന്നത് ഈ ആശീർവാദമാണ്.
സർവൈവ് ചെയ്യാൻ പറയും. ഞാൻ നിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ട്, നിന്നെ കഴുകാൻ കൊത്തിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നോക്കിക്കൊള്ളാം, പക്ഷെ നീ തന്നെ സർവൈവ് ചെയ്ത് വരണം. എങ്ങനെ സർവൈവ് ചെയ്ത് വരണം? ആസന്നമായതിനെ നീ നിൻ്റെ ഉള്ളിൽ അവശേഷിക്കുന്നതിനെ നീ ഉജ്ജീവിപ്പിക്കണം. വെളിപാട് 3:2 അനുസരിച്ച് കൊണ്ട് നീ ആസന്ന, നീ തന്നെ സർവൈവ് ചെയ്യണം. എപ്പോഴും ദൈവം നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, എന്തെങ്കിലും സംഭവിച്ച് നമുക്ക് ഈടർവായി കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങളോടൊരു പള്ളിപ്പോക്കം മുടക്കി, കുടുംബ പ്രാർത്ഥന മുടക്കി, എല്ലാം മുടക്കി, എന്തോന്ന് ഉടമ്പടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇരിക്കണം അങ്ങനെ കട ഇരുന്ന് മുടിഞ്ഞു പോകുകയുള്ളൂ. പക്ഷേ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവം എന്താ പറയണത്? നിന്നിൽ ഞാൻ കടന്നു പോവുകയാണ്, ഞാൻ നിന്നെ ബ്ലെസ് ചെയ്തിട്ടുണ്ട്, നീ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് കാവലുണ്ട്. പക്ഷെ നീ എന്ത് ചെയ്യണം? നിന്നിൽ ആസന്ന മരണമായിരിക്കുന്നതിനെ വിശ്വസ്തതയാകാം, വിശ്വാസമാകാം, ഉടമ്പടി പ്രവർത്തികളാകാം, അതെന്ത് ചെയ്യണം? അത് നീ തന്നെ സ്വന്തമായിട്ട് സെൽഫ് സർവൈവ് ചെയ്യണമെന്നാണ്. മനസ്സിലായില്ല? ആരും കൊണ്ടുവന്ന് ചോറ് ഉരുള വായി വെച്ച് തരത്തില്ലെന്നാണ് പറയണത്. നീ തന്നെ അത് ചെയ്യണം. ഇറ്റ് ഈസ് അവർ റിസ്ക്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ്? നീ തന്നെ അത് സർവൈവ് ചെയ്യണം. അതായത് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് നിനക്ക് തരും. ആ സംരക്ഷണത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്ങാണ്. ദൈവം എന്താ പറയണത്? വളരുക. ദൈവം വളരാൻ പറഞ്ഞാൽ പിന്നെ ആർക്കും തളർത്താൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. ദൈവത്തിൻ്റെ ആശീർവാദത്തിൻ്റെ ഗുണം അതാണ്. വളരുക എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ തളർത്താൻ പറ്റത്തില്ല. വളരുക എന്താണ്? വയലിലെ ചെടി പോലെ വളരാൻ. ജീവിക്കുക. വയലിലെ ചെടിയാണ്. വയലിലെ ചെടി തന്നെ ആർക്കും കൊണ്ട് മരുന്നടിച്ച് കൊടുക്കത്തില്ല, ആരും കൊണ്ടുപോയി വളമിട്ട് കൊടുക്കത്തില്ല, ആരും അതിൻ്റെ ചുറ്റുവട്ടത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കത്തില്ല. ഒരു പരിചരണവുമില്ല. ആദ്യം ഒരു പരിചരണമില്ല, ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ടവരില്ല, അവിടെ നല്ല വാക്കുകളില്ലാതെ നീ വളരണം ദൈവം ആഗ്രഹിക്കുന്നു. എന്താണ്? അത് ദൈവത്തിൻ്റെ പൈതലായി നിരൂപപ്പെട്ട് വരുന്നതിൻ്റെ സൂചനയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. സാഗരമേ ശോകക്കൊടുങ്ങയിലേറിടുമ്പോ, കരുണയിൻ സാഗരമേ ശോകക്കൊടുങ്ങയിലേറിടുമ്പോ, മേഘത്തിൻ തണലോടെ എന്നെ സാന്ത്വനമായി നടന്നോ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു അനുഭവ പരിച്ഛേദമാണിത്. ശരിക്കും ഈ സിറ്റുവേഷനിലൂടെ എല്ലാം വിശ്വസ്തനായ സത്യസന്ധയായ ഉടമ്പടി ദൈവ പൈതൽ കടന്നു പോകും. കാര്യം എന്താണ്? ദൈവം നമുക്കൊരു ആശീർവാദം നൽകുകയാണ്. ദൈവം ആശീർവാദം നൽകിയാൽ എന്ത് സംഭവിക്കും? ജീവിക്കുക. എന്താ പറയുക? ജീവിക്കുക എന്ന് വെച്ചതിൻ്റെ അർത്ഥം നിന്നെ ആരും കൊല്ലുകയില്ലെന്ന്. മനസ്സിലായില്ലേ? കടമോ രോഗമോ നിന്നെ കൊല്ലത്തില്ല. കാര്യം എന്താണ്? ജീവിക്കാനുള്ള ആശീർവാദം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. സാഗരമേ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് പാടും. കരുണയിൻ സാഗരമേ ശോകക്കൊടുങ്ങയിലേറിടുമ്പോ, കരുണയിൻ സാഗരമേ ശോകക്കൊടുങ്ങയിലേറിടുമ്പോ, മേഘത്തിൻ തണലോടെ എന്നെ സാന്ത്വനമായി നടത്താം, മേഘത്തിൻ തണലോടെ എന്നെ സാന്ത്വനമായി നടത്താം. പാടുക. അളവന്നി പകർന്നിടുക
ഒന്നാം ഘട്ടം എന്ന് പറയണത് എന്താണ്? ഉടമ്പടി ഒന്നാം ഘട്ടം എസ്.കെ 16:4 എന്താണ്? ജീവിക്കുക. കടമായാലും രോഗമായാലും ജീവിക്കുക. എന്താണ്? വയലിലെ ചെടി പോലെ വളരുക. ആരുടെയും പരിചരണം പ്രതീക്ഷിക്കാതെ എൻ്റെ മാത്രം ആശീർവാദത്തിന് തണലിൽ നീ വളരുക. ദൈവവേദനെ കൈയടിക്കട്ടെ. സാന്ത്വനമായി നടക്കാം. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടക്കാം. കൃപയരുക അളവന്നെ പകർന്നിടുക. ഈ ഭൂമിയിലും യാത്രയിൽ ഈ പാട്ടിലൊരു അഭിഷേകം ഇരിപ്പുണ്ടേ. അപ്പം അതുകൊണ്ട് ഈ പാട്ട് തന്നെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് എല്ലാം പാടുകയാണ്. അപ്പം അതുകൊണ്ട് ഈ വചനത്തിൻ്റെ ശ്രദ്ധയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആന്തരിക അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതാണ്. ഇപ്പം നമ്മുടെ വിഷയം എന്താണ്? ദൈവം ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നിന്നെ ആരും കൊല്ലത്തില്ല, കടമായാലും ജപ്തിയായാലും നീ നശിക്കത്തില്ല. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അളവന്നെ പകർന്നിടുക. ഈ ഭൂമിയിൻ യാത്രയിൽ ദൈവകൃപയരുക. ഈ ഭൂമിയിൻ യാത്രയിൽ ദൈവകൃപയരുക. രണ്ടാം ഘട്ടം നമുക്ക് വായിക്കാം. രണ്ടാം ഘട്ടം എസ്.കെ 16:4 ഒന്നാം ഘട്ടം. എസ്.കെ 16:4 കഴിഞ്ഞ് 5 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കട്ടെ, വായിക്കട്ടെ. എസ്.കെ 16:5 മുതലുള്ള തിരുവചനങ്ങൾ. ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല. ആർക്കും നമ്മുടെ ദയ തോന്നാത്തൊരു കാലം. എന്നുവെച്ചാൽ ദൈവത്തിന് മാത്രം ദയ തോന്നുന്ന ഒരു കാലത്തിലൂടെയാണ് ചിലപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും. ഓ എൻ്റെ അമ്മേ, അതൊക്കെ ഇത് കണ്ട, ഞാൻ പറഞ്ഞില്ലേ, വെറുക്കപ്പെടും ചിലപ്പോൾ. ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, കൂട്ടുപണിക്കാർ, അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ളവർ. വെറുപ്പിൻ്റെ ഒരു കാലം ഉണ്ടാകും. വെറുപ്പിൻ്റെ കാലം ഉണ്ടാകുമ്പോൾ തിരിച്ച് വെറുത്തോണ്ട് നീ ഉടമ്പടിയുടെ ബ്രേക്ക് ചെയ്യരുത്. തിരിച്ച് അതായത് ഉടമ്പടി എന്ന് പറയണത് ദൈവവുമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബന്ധമാണ്. അതിൻ്റെ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലവ് ഓഫ് ഗോഡാണ്. ദൈവ സ്നേഹത്തിനെ ഇപ്പം നിന്നെ വെറുക്കാം. ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം ഈശോയെ യൂദാസ് വന്ന് മുത്തണില്ലേ? ഈശോയെ ഗെത്സമനയിൽ യൂദാസ് വന്നിട്ട് ഈശോയെ ചുംബിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ അറിയാം ഇവൻ ചുംബിച്ച് കാണിച്ചു കൊടുക്കണമെന്നറിയാം. കാര്യം യോഹന്നാനും ഈശോയും ഏതാണ്ട് ഒരേ ലക്ഷണമായത് കാരണം പ്രധാന പുരോഹിതന്മാർക്കും പട്ടാളക്കാർക്കും ആളറിയാൻ പാടില്ലാത്ത കാരണം ആളെ ചൂണ്ടിക്കാണിക്കുന്ന പകരം ചുംബിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം അത്രയും നിഷ്ഠൂര കഠോര പ്രവർത്തനമാണ് ഇവൻ ചെയ്യണത്. പക്ഷേ ഈശോയുടെ വിശുദ്ധിയെ, ഈശോയുടെ ദൈവസ്നേഹത്തെ അതിന് മങ്ങലേൽപ്പിക്കാൻ ഈ യൂദാസിൻ്റെ ഈ കാപട്യത്തിന് ഈ കാലൻ്റെ കാപട്യത്തിന് പറ്റണില്ല. ഈശോ എന്താ പറയണത്? ഈശോ എന്താ യൂദാസിനെ ആ സമയത്ത് വിളിക്കണത്? സ്നേഹിത. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായിയുടെ സുവിശേഷം 26-49 വാക്യം. അവൻ പെട്ടെന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞേ, അവൻ പെട്ടെന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന്
ഗുരു ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് സ്വസ്തി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. അവനെ ചുംബിച്ചു. യേശു അവനോട് ചോദിച്ചു, യേശു അവനോട് ചോദിച്ചു, സ്നേഹിത, സ്നേഹിത. ഇതാണ് സാധനം. കണ്ട, യേശു ഈ കാലനോട് ചോദിക്കണേ. യേശു അവനോട് ചോദിച്ചു. എന്താണ് പറയണത്? എടാ കാലമാടാ, നീ എന്നെ കൊല്ലാൻ വേണ്ടിയല്ലേ എന്നാണ് ചോദിച്ചത്? അല്ല, സ്നേഹിത. പക്ഷേ ഇതാണ് ട്രാൻസ്ഫിഗറേഷൻ, ഈശോയുടെ മെറ്റമോർഫിയ എന്ന് പറയും. കർത്താവ് താബോർ മലയിൽ സംഭവിച്ചതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഇവിടെ നടക്കുന്നത്. ഉടമ്പടിയിൽ ഇരിക്കുന്നവർ ഒരു താബോറിലേട്ടുള്ള യാത്രയിലാണ്. അവരുടെ മനുഷ്യത്വത്തിൻ്റെ അകത്ത് ഇങ്ങനെ മെറ്റമോർഫിയ സംഭവിക്കും, ഒരു രൂപാന്തരീകരണം. തന്നെ കൊല്ലാൻ വേണ്ടി വന്ന കാലിനെ സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് വിശുദ്ധിയുടെ കൊടിമുറി കേഴുന്ന കർത്താവിൻ്റെ തനി താബോറാണിത് രൂപാന്തരീകരണം സംഭവിക്കുന്നത്. എന്താ കാര്യത്തിൽ വിശുദ്ധിയാണ് ഇവിടെ വരണത്. കാര്യം ഹെബ്രായ ലേഖനം ഇവിടുത്തെ വിദ്വേഷത്തിൻ്റെ വേര് ഹെബ്രായർ 12:15. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. കണ്ടാ, ഈശോ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ. യൂദാസ് ചുംബിക്കുമ്പോഴും തൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഈശോ ശ്രദ്ധിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാനും ശ്രദ്ധിക്കണം. യൂദാസും പിലാത്തോസും ഒക്കെ നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ടാകും. പക്ഷേ ദൈവം ശ്രദ്ധിക്കണത് എന്താണ്? കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. അപ്പോൾ അതാണ് ഹെബ്രായർ 12:15. ഒന്ന് വായിച്ചേ. ദൈവകൃപ പറഞ്ഞേ. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. ഈശോ സൂക്ഷിക്കുകയാണ് വിദ്വേഷം. കാര്യം ഇവനോട് ആർക്കാലും വിദ്വേഷം തോന്നുമില്ല. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളുടെ അതിർത്തി തർക്കമുള്ള ആൾക്കാരുണ്ടാകും, നിങ്ങളുടെ പ്രൊമോഷൻ പിടിച്ചു വച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാകും, അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാകും, നിങ്ങളുടെ ഈ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധരാകാതിരിക്കാൻ ശ്രദ്ധിക്കുവേൻ. പിന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുവേൻ. ഇത്തരം കാര്യങ്ങൾ ഉടമ്പടിയിലൂടെ പോകുമ്പോൾ ഒരു താബോർ നമ്മളിൽ സംഭവിക്കുകയാണ്. എന്താണ്? ഒരു രൂപാന്തരീകരണം. ആ രൂപാന്തരീകരണം സംഭവിക്കണമെങ്കിൽ ഇതുപോലുള്ള ഏജൻറ്റുകൾ ഉണ്ടാകണം. യൂദാസ്, പിലാത്തോസ്, അങ്ങനെ കുറേ ഏജൻറ്റുകളില്ലേ? അവരെ നമ്മുടെ ശത്രുക്കളെ കൃപയുടെ ഏജൻ്റായിട്ട് കണ്ടാൽ മതി. മനസ്സിലായി? യുവർ എനിമീസ് ആൻഡ് ഓപ്പോസിറ്റ് കൗണ്ടർ പാർട്ട് ആർ ഓൺലി ദ പ്രൊമോട്ടേഴ്സ് ആൻഡ് ഏജൻറ്റ്സ് ഓഫ് യുവർ ഗ്രേസ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറ്റവർ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുക്കിൽ. ഉറ്റവർ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുക്കിൽ. സ്നേഹത്തിനാഴമതിൽ ഞാനും നീ മഗ്നരായി തീർന്നിടുകേ. സ്നേഹത്തിനാഴമതിൽ ഞാനും നീ മഗ്നരായി തീർന്നിടുകേ. കൃപയരുന്ന അളവന്റെ പകർന്നിടുക. ഈ ഭാവിയൻ യാത്രയിൽ ദൈവകൃപയരുക. ഈ ഭാവിയൻ യാത്രയിൽ ദൈവകൃപയരുക. എൻ്റെ ദൈവവേദനയിലെ ഉടമ്പടിയുടെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവിനെ ഈ ഉടമ്പടിയിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഉടമ്പടി പൂർണ്ണമായി. അത് നിത്യത വരെയാണ് അതിൻ്റെ നിയോഗഫലങ്ങൾ നിലനിൽക്കുന്നത്. അതെന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ നോക്കിയേ, ഇപ്പോൾ യൂദാസിനെയും കവർ ചെയ്ത് ഈശോ വളർന്നിരിക്കുകയാണ്. അവൻ വിദ്വേഷത്തിൻ്റെ വേര് വളരാൻ അനുവദിച്ചില്ല, ആ വിശുദ്ധി നഷ്ടപ്പെടാൻ അനുവദിച്ചില്ല,
അവനെ സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് വീണ്ടും ഈശോ താബോറിലെ രൂപാന്തരപ്പെട്ടതുപോലെ ഇവിടെ പ്രായോഗികമായ ഒരു താബോറ, പ്രാക്ടിക്കൽ താബോറാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാൽവരി എന്ന് പറയണത്. മറ്റതിന് ആശയപരമായ താബോറാണ്. നമുക്കത് ദൃശ്യവൽക്കരിച്ചു, പക്ഷേ അത് പ്രയോഗവൽക്കരിക്കണതും ടാഞ്ചിബിൾ ആക്കണതും എല്ലാം കാൽവരിയിലെ താബോറിലാണ്. താൽവരിലെ ഈശോ ട്രാൻസ്ഫിഗറേഷൻ വല്ലാണ്ടങ്ങോട്ട് മാറുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഈശോ ക്രൂശിക്കപ്പെട്ടു മരണത്തിൻ്റെ അവസാന നിമിഷം ഈശോ ചെയ്യുന്ന ലാസ്റ്റ് ചെയ്തുണ്ട്. എന്ത് പറയും? ഈ കൂടെ തന്നെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്നവരെ കൂടി സ്വർഗത്തിലേക്ക് തൻ്റെ കൂടെ കൊണ്ടുപോകാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്ന ഈശോ. ദാറ്റ് ഈസ് ക്രൈസ്റ്റ്. അതാണ് ക്രിസ്തു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണയിൻ സാഗരമേ സ്വർഗ്ഗക്കൊടുമ്പയിലേറുമ്പോൾ, കരുണയിൻ സാഗരമേ സ്വർഗ്ഗക്കൊടുമ്പയിലേറുമ്പോൾ, മേഘത്തിൻ തണലോടെ എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൻ തണലോടെ എന്നെ സാന്ത്വനമായി നടത്താം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഇത് വളരെ തന്ത്രപരമായിട്ട് പഠിച്ചെടുക്കേണ്ട ഒരു പാഠമാണ്. ക്രിസ്തു ഒരു ഉടമ്പടിയിലൂടെ പോവുകയാണ്. ഉടമ്പടിയുടെ വിശ്വസ്തത ബ്രേക്ക് ചെയ്യാൻ ഒത്തിരിയേറെ അവസരങ്ങൾ വന്നിട്ട് അതിനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് ഈശോ കുരിശിൽ നിൽക്കുമ്പോൾ പിതാവിൻ്റെ തിരുമനസ്സിനോട് വിശ്വസ്തത പാലിച്ചുകൊണ്ട് ഉടമ്പടിയുടെ അവസാനത്തെ നിയോഗം നിറവേറ്റാൻ വേണ്ടി വിനാഴിക മാത്രം ബാക്കി നിൽക്കുമ്പോൾ യേശുവിൻ്റെ മനസ്സിൽ വരണ എന്താണെന്നറിയാവോ? 2 കള്ളന്മാർ മാത്രമല്ലേ ഇവിടെ ഉള്ളു. ബാക്കിയെല്ലാം അമ്മയും അപ്പോസ്തലന്മാരും ഒഴിച്ച് ബാക്കിയെല്ലാം കള്ളന്മാരാണ്. എന്താ കാര്യം? പക്ഷേ ഇവർക്ക് വേണ്ടി കൂടിയല്ല ഈശോ മരിച്ചത്. അല്ല, ഇവരെ ഒഴിവാക്കിയിട്ടല്ല ഈശോ മരിച്ചത്. ഇവരുടെ കൂടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈശോ മരിച്ചത്. അതുകൊണ്ട് ഈശോ കരയും ശരിക്കും. അവൻ ജെറുസലേം പട്ടണത്തിൽ കരഞ്ഞതുപോലെയാണ് കുരിശിൽ കിടന്ന് കരയണത്. ജെറുസലേം പട്ടണത്തിൽ കരഞ്ഞത്, ഇനി എനിക്ക് ഭൂമിയിലൊരു മനുഷ്യ അവതാരമില്ലല്ലോ അപ്പാ, ഇവർ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാനിത്തരം കഷ്ടപ്പെട്ടത് വെറുതെ ആകുമല്ലോ അപ്പാ എന്ന്. ആ ഒരു കരച്ചിൽ നീണ്ടു പോണതാണ് കുരിശിലെ. അപ്പാ എന്ന് വിളിച്ച് കരയും. എന്താ കാര്യം? ഇവിടെ കൂടെ നിൽക്കുന്നവരെല്ലാവരും ഈശോയുടെ ഒരു മനസ്സുണ്ട്. എന്താണ്? എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങളും എൻ്റെ കൂടെ പിതാവിൻ്റെ കൂടെ 12 ഗോത്രങ്ങളെ ഭരിക്കുമെന്ന് അപ്പോസ്തലന്മാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ മാത്രമല്ല, ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും തൻ്റെ കൂടെ സ്വർഗസ്ഥമാകണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഈശോ ഇത്രയും കാലമെല്ലാം ജോലി ചെയ്തത്, പിതാവിൻ്റെ ജോലി ചെയ്തത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പിലാത്തോസിനെ കൊണ്ട് എത്തിക്കരുത്, ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് യൂദാസിനെ കൊണ്ട് എത്തിക്കരുത്, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്ക് കൊടുത്താൽ അവർ പാപം ചെയ്യും. എന്നാലും അവസരം കൊടുത്താലും പാപം ചെയ്യാത്ത മനുഷ്യരായി വിശുദ്ധിയുടെ കൊടുമുടി കയറാൻ അവരെ അഭിഷേകം ചെയ്യണമേ അപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ റൈറ്റ് ഓഫ് ചെയ്യാനുള്ള സാധ്യത നോക്കും ഈശോ. പിലാത്തോസിൻ്റെ പാപങ്ങൾ, ശതാധിപൻ്റെ പാപങ്ങൾ, പട്ടാളക്കാരുടെ പാപങ്ങൾ, തന്നെ കല്ലെറിയുന്നവരുടെയും തുപ്പിയവരുടെയും പാപങ്ങൾ എല്ലാം പിതാവിനെ കൊണ്ട് മറപ്പിക്കാൻ വേണ്ടി അപ്പാ അത് മറന്നു കളയണമെന്ന് പറയും. അപ്പാ അത് ഓർക്കരുതേ അപ്പാ എന്ന് പറയും. അതാണ് ഈശോ അവസാനം പറയുന്നത്. അതാണ് ഈശോയുടെ ഉയർച്ച. വിശുദ്ധിയിലേക്ക് ഇങ്ങനെ ഉടമ്പടിയിൽ ഉയർന്നുയർന്നു വരുന്ന ഈശോയെ നമുക്ക് കാണാം. ഈ വിശുദ്ധിയിലേക്ക് ഉയരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രൂപാന്തരീകരണം. ഈശോ ദൈവത്വത്തിലേക്ക്, ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മനുഷ്യത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഉയർന്നു വരുന്ന ഈശോ ദൈവത്തിൻ്റെ പൂർണ്ണത കാണിക്കുകയാണ്. കുരിശിൽ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ബന്ധുക്കളും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ബന്ധുക്കളും
എല്ലാ സ്നേഹിതരും വെറുക്കിൽ, ഉറ്റവർ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുക്കിൽ, സ്നേഹത്തിനാളമൊഴി ഞാനും നീ മക്കളായി തീർന്നിടുമേ. സ്നേഹത്തിനാളമൊഴി ഞാനും നീ മക്കളായി തീർന്നിടുമേ. കൃപയരുക അളവന്നെ പകർന്നിടുക ഈ ഭൂമിയിൽ യാത്രയിൽ ദൈവകൃപയരുക. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അതുകൊണ്ടാണ് ഈശോ പറയണത്, പിതാവേ, എൻ്റെ അവസാനം 21:34. യേശു പറഞ്ഞു പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. അവസാനത്തെ രൂപാന്തരീകരണമാണിത്. ഇതിനേക്കാൾ വലിയ ഒരു മനുഷ്യന് ദൈവത്തിലേക്കുള്ള ആ ലിങ്കിൻ്റെ ലാസ്റ്റ് പോയിന്റ് വന്ന് നിൽക്കുകയാണ്. എന്താണ്? തന്നെ കുത്തി മുറിവേൽപ്പിച്ച് തന്നെ ഒരു ചോരക്കട്ടിയാക്കി മാറ്റിയ വ്യക്തികളോട് ആ സ്പോട്ടിൽ അവിടെ കൂടെ ആത്മരക്ഷയ്ക്ക് ഗ്യാരണ്ടി കൊടുത്തുകൊണ്ടാണ് ഈശോ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ചക്രവർത്തിയായി കുരിശാകുന്ന സിംഹാസനത്തിൽ അവൻ ആധിപത്യം നൽകും. അതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഈ ഈശോയാണ് അധികാരിയായിട്ട് വീണ്ടും വരുന്നത് നമ്മളെ വിധിക്കാൻ. അതായത് ക്രിസ്തുവിലേക്കുള്ളൊരു വളർച്ചയാണ് ഉടമ്പടിയുടെ ആത്യന്തികമായ ആത്മീയ ലക്ഷ്യമെന്ന് പറയണത്. ഞാൻ ഇത് ഇങ്ങനെ പറയാൻ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ വിഷയങ്ങൾ നമ്മുടെ നിയോഗങ്ങൾ വെക്കുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഫേസാണ്. സെക്കൻഡ് ഫേസിൽ വീണ്ടും നമ്മുടെ ദാരുണമായ അവസ്ഥയുടെ അരികിൽ കൂടി ദൈവം കടന്നു പോകുന്നുണ്ട്. സെക്കൻഡ് ഫേസിൽ ഉടമ്പടിയിട്ട് എസെക്കിയേൽ 16:6 വായിച്ചോളൂ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല. ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും വെളിം പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അതായത് ഉടമ്പടി കാലത്ത് നമുക്കുണ്ടാകുന്ന മനുഷ്യാവസ്ഥകളുടെ ഒരു പരിച്ഛേദമാണ്. ഓക്കെ, ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു പോയി. രണ്ടാമത്തെ വരവാണ്. ദൈവം വീണ്ടും വരുന്നു. ദൈവം നമ്മെ വിടത്തില്ലല്ലോ. ഞാൻ നിന്റെ അടുത്ത് കൂടി കടന്നുപോയി. നീ ചോരയിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു, ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. നീ വളർന്ന് പൂർണ്ണ യൗവനം പ്രാപിച്ചു. 6 മുതലുള്ള വചനങ്ങളാണ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്. നീ വളർന്നു. എന്താണ്? ദൈവത്തിൻ്റെ ആശീർവാദമാണ്. ഉടമ്പടിയിൽ വളർച്ച ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭൗതിക ആത്മീയ മേഖലയിൽ എന്തുണ്ടാകും? വളർച്ച ഉണ്ടാകും. എന്താ കാര്യം? ദൈവമാണ് ഉടമ്പടിയുടെ അറ്റത്ത് നിൽക്കുന്ന ആള്. ഇത് ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്, ഉഭയകക്ഷിയാണ്. ഒരു കക്ഷി മാത്രമാണ് നീ, ഒരു കക്ഷി നിൻ്റെ ദൈവമാണ്. അതുകൊണ്ട് എന്താണ്, നിനക്ക് ജോലിയിലായാലും വീട്ടിലായാലും ആത്മീയമായാലും സാമ്പത്തികമായാലും കൃപയിലായാലും വളർച്ച ഉണ്ടാകും. കാര്യം എന്താണ്? യു ആർ അണ്ടർ എ ബ്ലെസ്സിങ്. വളരുക. എസെക്കിയേൽ 16:7 വായിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൻ്റെ ദൈവത്തിൻ്റെ വരവ്. ഈ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലായിട്ട് കാണാൻ നമുക്ക് എടുക്കാം ഈ ഘട്ടത്തെ. എന്താണ്? നീ വളർന്നു, പൂർണ്ണ യൗവനം പ്രാപിച്ചു. പൂർണ്ണ ആത്മീയമായാലും ഭൗതികമായാലും പൂർണ്ണ യൗവനം പ്രാപിച്ചു. നിന്റെ മാറിടം വളർന്നു, മുടി തഴച്ചു. എങ്കിലും നീ നഗ്നയും അനാവൃതയുമായി. അപ്പം നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയാലും കുറച്ച് പരാധീനതകൾ നമുക്ക് നിലനിൽക്കും. അപ്പം രണ്ടാം ഘട്ടം കൊണ്ട് ഇതിലാക്കാൻ നിർത്തിക്കളയുമല്ലോ. ദൈവം ഇതിന് ആത്മീയ വളർച്ചയായിട്ടാണ് കാണുന്നത്. നമ്മളിതൊരു ഭൗതിക വളർച്ചയായിട്ടാണ് എടുക്കുന്നത്. അതാണ് കുഴപ്പം വന്നിരിക്കുന്നത്. അതിന് ദൈവത്തിന് അത് നിസ്സാരമാണ്. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് ആത്മീയ വളർച്ചയായിട്ടാണ് കണ്ടത്. ക്രിസ്തു കുരിശിൽ വളർന്ന് ദൈവത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തി മനുഷ്യത്വം അവന് മരിച്ചതുവരെ, അതിന് ട്രാൻസ്ഫിഗറേഷൻ സംഭവിക്കുന്നവരെ എന്താണ് വരെ നമ്മളിൽ ഒരു ട്രാൻസ്ഫിഗറേഷൻ സംഭവിക്കുന്നതിന് വേണ്ടി ദൈവം പല ഘട്ടങ്ങൾ നിശ്ചയിച്ച പോലെയാണ് ഇത് വായിച്ചു വരുന്നത്. എന്താണ് വായിച്ച് 8 വായിച്ചേ?
ഞാൻ വീണ്ടും നിന്റെ അടുക്കൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് കടന്നു പോണത്. ഉടമ്പടിയിലെ മൂന്നാമത്തെ പ്രാവശ്യത്തെ വരവാണ്. ഞാൻ വീണ്ടും യൗവനയുക്തയായി, പക്ഷെ നിന്നെ തിരക്കാനും കല്യാണം കഴിപ്പിക്കാനും ആരുമില്ലായിരുന്നു. അപ്പം ഞാൻ നിന്റെ മൂന്നാം പ്രാവശ്യം നിന്റെ അടുത്തുകൂടി കടന്നുപോയി. നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നിന്നെ നോക്കി. നിനക്ക് വിവാഹപ്രായമായെന്ന് ഞാൻ മനസ്സിലാക്കി. നിനക്ക് വിവാഹപ്രായം വെച്ചാൽ ഉടമ്പടിക്ക് കാലമായി. അപ്പോഴാണ് ദൈവം ഉടമ്പടി ചെയ്യണം. നമ്മളാണിപ്പോൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ദൈവം ഈ ഉടമ്പടി ഏറ്റെടുക്കുന്നത് മൂന്നാം ഘട്ടത്തിലാണ്. കാര്യം ഇത് കൃത്യമാകാതെ ദൈവം ഉടമ്പടി ഏറ്റെടുക്കത്തില്ലല്ലോ. അപ്പം എല്ലാം കൊണ്ടുവന്ന് ആടെ പ്രസവിക്കണം, പശുവിനെ വിൽക്കണം, അതൊക്കെ പശുവിൻ്റെ കുത്തിക്കയറ്റി ഇട്ടും വീട്ടിൽ പോയ പോലെ പഴി നടക്കുക. ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. മൂന്നാം ഘട്ടമാകുമ്പോൾ ദൈവം ഈ സംഭവം ഏറ്റെടുക്കും. എന്താ ദൈവം? നീ ഉടമ്പടിക്ക് പക്വതയെന്ന് മനസ്സിലാക്കി. നീ യൗവനയുക്തയായി. ഉടമ്പടിക്ക് ഇപ്പോഴാണ് നീ പക്വത പ്രാപിച്ചിരിക്കണത്. അപ്പം അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ വായിച്ചാൽ മതി. അപ്പം എന്താ ചെയ്യുക? അപ്പം സംഭവിക്കണത്, എൻ്റെ മേലങ്കി കൊണ്ട് നിന്റെ നഗ്നത ഞാൻ മറച്ചു. എൻ്റെ മേലങ്കി കൊണ്ട് നിന്റെ നഗ്നത, അപ്പം എൻ്റെ മേലങ്കി കൊണ്ട് നഗ്നത ഞാൻ മറച്ചു. ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി. വാഗ്ദാനങ്ങൾ ഇവിടെ വരണത്. ദൈവം ഇനി വാഗ്ദാനം ഇങ്ങോട്ട് തരണം ഇവിടെ വെച്ചാണ്. ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ എന്ത് ചെയ്ത്? ഒരു ഉടമ്പടി ചെയ്തു. നേരത്തെ നമ്മളെ ഉടമ്പടി ചെയ്തിരിക്കണത്. ഇപ്പം ദൈവം അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ്. അപ്പം നീ യൗവനയുക്തമായി ഉടമ്പടി ചെയ്യാൻ, ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ വേണ്ടി മാത്രം ആത്മീയമായി വളർന്നു കഴിഞ്ഞു എന്ന് കണ്ടാൽ ദൈവം ആ ഉടമ്പടി സ്ഥിരീകരിക്കും. പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ ജീവിതത്തിന്റെ ആത്മീയ ഘടകങ്ങളിൽ ഇതുപോലെയുള്ള വിവേചന ബുദ്ധിയോടുകൂടിയുള്ള വിശ്വാസ ജീവിത സുവിശേഷ സാക്ഷ്യ വളർച്ചയുടെ പക്വതയിലെത്തി ദൈവം തന്നെ എൻ്റെ ഉടമ്പടി സ്ഥിരീകരിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണയിൻ സാഗരമേ ശോകക്കൊടുമയിലേറിടുമ്പോൾ, കരുണയിൻ സാഗരമേ സാന്ത്വനമായി നടത്താം, മേഘത്തിൻ തണലൂരി എന്നെ സാന്ത്വനമായി നടത്താം. കൃപയരുന്ന അളവന്നെ പകർന്നിടുക ഈ ഭൂമിയിൻ യാത്രയിൽ. വചനത്തിൻ്റെ അഭിഷേകത്തിലാണ് നമ്മൾ ഇപ്പോൾ ഒത്തിരിയേറെ വിടുതലും രോഗസൗഖ്യവും ജീവിത വിഷയത്തിനും ദൈവിക ഇടപെടൽ ഉണ്ടാകുന്ന സമയമാണ്. എൻ്റെ മക്കൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. അച്ഛൻ പ്രാർത്ഥിച്ച് തീരുന്നവരെ നിങ്ങളുടെ തലയിൽ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കർത്താവിനെ കാണിച്ചു തരുന്ന അനുസരിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. വിശ്വപ്രമാണം അറിയാൻ പറ്റാത്തവർ ഇടിമുഴക്കുമ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ശ്രദ്ധിക്കട്ടെ, വിശ്വപ്രമാണം ചൊല്ലട്ടെ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ, നിന്റെ തിരുമറുമാർന്ന വലതുകരം, കർത്താവേ, ആണിപ്പെടുത്താറുന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണമേ കർത്താവേ. അടിപ്പിണർ പോലെ, സംഗീതാഘാതം പോലെ ദൈവിക ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ എല്ലാ കോശങ്ങളിലും പെശുകളിലും ഇടിമിന്നലെ പോലെ പ്രസരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാരകരോഗങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ മാരകരോഗങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ മാരകരോഗങ്ങൾ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 വരേണമേ എന്നിൽ നിറയണമേ വരേണമേ സൗഖ്യം നൽകണമേ വരേണമേ എന്നിൽ നിറയണമേ
കൈയെടുക്കരുത്. എല്ലാ വെള്ളപ്പാണ്ട് രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ, ഹൃദയത്തിൻ്റെ ദോരങ്ങൾ, നടുവലിൻ്റെ കസേരകൾ തെറ്റിയിരിക്കുന്ന അവസ്ഥകൾ, ജനിതകമായ വൈകല്യങ്ങളുള്ളവർ, അവരെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നെഞ്ചിനെ കർത്താവ് കാണിക്കുന്നുണ്ട്. ശ്വാസകോശം ചുരുങ്ങുന്നവർ, വാരിപ്പറ്റ് ബലക്ഷമായിരിക്കുന്നവർ, അപകടത്തെ വാലിപ്പറ്റ് ഒടുങ്ങിപ്പോയവർ, അവരെല്ലാവരും ഈശോ കാണിക്കുന്നുണ്ട്. പ്രാർത്ഥനയിലൂടെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹൃദയത്തെ കാണിക്കുന്നുണ്ട്. കരളിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഗർഭാശയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഉദരാശയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, കിഡ്നികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ പങ്ക്രിയാസിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളും സന്ധിബന്ധങ്ങളിലും ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ, ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തില് 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തില് ഈ കാലങ്ങളിൽ നടന്നിട്ടുള്ള ആരാധന ശക്തിയാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാർഗരോഗങ്ങള്, തീരാവേദനകള്, ജീവ ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. മക്കളെ കൈയെടുത്ത് കൈ നെഞ്ചത്ത് വെക്കണം. ഇപ്പം ജോലിയില്ലാത്തവർക്ക്, വരുമാനം മുട്ടിപ്പോയവർക്ക്, യാത്ര മുടങ്ങിപ്പോയവർക്ക്, മെഡിക്കൽ ടെസ്റ്റിന് പരാജയപ്പെട്ടവർക്ക്, പരീക്ഷകളുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്ക്, വസ്തു വിൽക്കാൻ പറ്റാതിരിക്കുന്നവർക്ക്, വീടില്ലാത്തവർക്ക്, വഴിയില്ലാത്തവർക്ക്, സാമ്പത്തിക മേഖല തകർച്ചയുള്ളവർക്ക്, വിവാഹം പിരിഞ്ഞ് ജീവിക്കുന്നവർക്ക്, ലഹരിയുടെയും മദ്യപാനത്തെ ആസക്തിയിൽ വിഷമിക്കുന്നവർക്ക്, വലിയ കടങ്ങളിലും കേസുകളിലും പെട്ട് വിഷമിക്കുന്നവർക്ക്, ഇന്ത്യയിലാകപ്പെട്ട വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തില് 38 വർഷാൽപ്പത്തെ കൃപാന യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവന്റെ പ്രത്യക്ഷയുടെ മാതാവിന്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ ജീവ ദുരിതങ്ങള്, ജീവ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. മുട്ടനിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മൗനമായി പ്രാർത്ഥിക്കുക. കൈകൾ കൂപ്പി ശിരസ് നമിച്ച് ആരാധന ആശീർവാദം സ്വീകരിക്കുക. ഇന്ന് ഉടമ്പടി ആരാധനയിൽ കേട്ട എല്ലാ വചന സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട്
ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക എന്നുള്ള കർത്താവിൻ്റെ വലിയ വാഗ്ദാനത്തിൻ്റെ അഭിഷേകത്താൽ ഉടമ്പടിയിൽ അതിജീവനത്തിൻ്റെ അഭിഷേകം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിൽ ആസന്ന മരണമായിരിക്കുന്ന നന്മയുടെ അംശങ്ങളെ ഉത്തേജിപ്പിക്കുവാൻ, ജ്വലിപ്പിക്കുവാൻ പ്രത്യേക അഭിഷേകത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയുടെ കൊടുമുടിയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം കൃപയുടെ ടാപ്പിംഗ് ടൈമാണെന്നുള്ള വലിയൊരു ബോധ്യവും അത് തിരിച്ചറിയുവാനുള്ള അഭിഷേകത്തിൻ്റെ നയനങ്ങളും തുറക്കുവാൻ ഇടവരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് ജീവിക്കാൻ പറയുന്ന കർത്താവ് നമ്മുടെ ഉടമ്പടി ഏറ്റെടുത്ത് നമുക്ക് ആവശ്യമായതെല്ലാം നൽകി നമ്മളെ വിരുന്നിന് വേണ്ടി ഒരുക്കുമ്പോഴേക്കും നിത്യജീവൻ്റെ വലിയ ലക്ഷ്യം വെച്ചുള്ള നമ്മുടെ ഉടമ്പടി യാത്രയിൽ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ദൈവികമായ വെളിപ്പെടുത്തലുകൾ നൽകിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയുകയും, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മുൻപിൽ സന്നിഹിതനായിരിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് കുമ്പിട്ട് നമുക്ക് ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാം. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ